ബാക്ക് ടു ബിനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തു നിന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്ന എല്ലാവരും ആദ്യം തന്നെ ആലോചിക്കുന്നുണ്ടാവുക, ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് വെയിറ്റ് കുറച്ച്, എത്ര കുറച്ചു, ഇതെങ്ങനെ കുടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്, അതായത് എന്നെ പോലെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ തലേ ദിവസം തന്നെ എന്നത്തെയും പോലെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്കേക്ക് പരിപ്പും വെള്ളരിക്കയും കറിയും ചോറും അതുപോലെ തന്നെ പച്ചക്കായിൻ്റെ വറവുമാണ് ഉണ്ടാക്കുന്നതിനകത്ത് പച്ചക്കായിൻ്റെ വറവ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും വെക്കണം, കറി ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലെ തന്നെ, നിങ്ങൾക്കറിയാലോ, എപ്പോഴും കുടിക്കുക ഒരു ഗ്ലാസ്, ഒരു വലിയ ടംബ്ലറിന് തന്നെ പറയാം, അത്രയും വലിയ ഗ്ലാസ്സിൽ നിറയെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അതൊക്കെ മാറി ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഹെൽത്തി ആയി എന്ന് പറയാം. എൻ്റെ മനസ്സിൽ വെയിറ്റ് കുറക്കണം എന്നോ വെയിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോയെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. പക്ഷേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയും തടി കുറക്കുമോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആയി നമുക്കും തടി കുറക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ഊർജ്ജം വരും. അപ്പോൾ ചേച്ചി ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റൂല മോളെ, നീ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഡാൻസോ പാട്ടോ നാടകമോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് വെയിറ്റ് ലോസ് മാത്രം ചെയ്യാൻ പറ്റൂല, എനിക്കതിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ 2-3 ആൾക്കാരെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇൻസ്റ്റഗ്രാമിൽ വന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഒരു മാസം കൊണ്ട് ചെയ്താൽ മതി, സമയം എടുത്ത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്നാൽ പിന്നെ വെയിറ്റ് ലോസിൻ്റെ ഒരു പരിപാടി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ആ ഒരു കറക്റ്റ് സമയത്താണ് എന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അവരോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് പെയ്ഡ് പ്രൊമോഷനായിട്ട് നമുക്ക് ചെയ്യണ്ട, ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള, കുറേ പേർക്കെങ്കിലും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യൂല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. ഹെൽത്തി ന്യൂട്രി മിക്സ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് കേട്ടോ. ഇതെങ്ങനെ കഴിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സായി പോകരുത് നിങ്ങളൊന്നും. അപ്പോൾ ഈ ഒരു ഹെൽത്തി ന്യൂട്രി മിക്സ് എൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്രീൻ ടീൻ്റെ ഒരു പൗച്ചും കൂടെ നമുക്ക് തരുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് 100% ആയിട്ട് വിശ്വസിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെ വിശ്വസിച്ച് നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 ആഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതിനകത്ത് ചില ദിവസമൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഇത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട്, ഒരു ദിവസം 2 ദിവസം കൊണ്ട് 10 കിലോ കുറക്കുന്ന പ്രൊഡക്റ്റ് ഒന്നുമല്ല. ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിതാ മക്കളെ എൻ്റെ വെയിറ്റ് നോക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് കാണിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 91.4 kg ആണ്. എൻ്റെ കാലാരും നോക്കണ്ട, ഒട്ടും വൃത്തിയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നെയിൽ പോളിഷ് ഇടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് അത് പോട്ടെ. അപ്പം കാണിച്ച വെയിറ്റ് എന്ന് പറയുന്നത് 91.4 kg ആണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച് 10ാമത്തെ ദിവസം ഞാൻ എടുക്കുന്ന വെയിറ്റ് ആണ് 91.4 kg എന്ന് പറയുന്നത്. ഞാനൊരു 5 മാസം മുന്നേ നോക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 94 95.6 അല്ലെ 96.5 ഇതിൽ രണ്ടിലേതോ ഒന്നായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്തും അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, മാം ഒന്ന് പ്രൊഡക്റ്റിൻ്റെ വെയിറ്റില്ല, എൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നുള്ളത്. ആ ഒരു സമയത്ത് എനിക്കിവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബട്ടൺ ബാറ്ററി വേണമായിരുന്നു എൻ്റെ കയ്യിലുള്ള വെയിങ് മെഷീൻ. എവിടെ തപ്പിയിട്ടും ബട്ടൺ ബാറ്ററി കിട്ടാത്തത് കൊണ്ട് പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റത്തെ വെയിറ്റ് കാണിക്കാൻ പറ്റാത്തത്. എന്തായാലും ഒരു 94 95 96 ഇതിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ വെയിറ്റ് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അത് എടുത്ത് വെക്കണമായിരുന്നു. അവരെൻ്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞതാണ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ബട്ടൺ ബാറ്ററി കിട്ടിയില്ല, പിന്നെ ഞാൻ തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് അത് മിസ്സായിപ്പോയത്. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് എനിക്കൊരു 3 to 4 kg കുറഞ്ഞു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. വെയിറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇഞ്ച് ലോസ് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് XL ആയിരുന്നു. ചില ബ്രാൻഡ്സ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ചിലത് XXL ഒക്കെ വേണ്ടി വരും കേട്ടോ. സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന XL ആണ്. ആ XLൻ്റെ അകത്തുനിന്ന് നേരെ ഞാൻ മീഡിയത്തിലേക്കാണ് സ്കിപ്പായിട്ടുള്ളത്. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം, സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടാണ്
ഞാനിത് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. ബാക്കി ഈ പ്രൊഡക്റ്റിനുമാണ് പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ കുറച്ച് പട്ടിഷോ ഒക്കെ കാണിക്കുന്നുണ്ട്, എൻ്റെ ബാക്ക് സൈഡൊക്കെ കുറഞ്ഞത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് നമുക്ക് തടിയുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ ആ ഒരു ഇത്. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഗ്രീൻ ടീ ഉണ്ടാക്കി നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് ഈ ഗ്രീൻ ടീ കഴിക്കേണ്ടത്. ഒരു ഇത്തിരി ഗ്രീൻ ടീൻ്റെ ലീവ്സ് എടുത്ത് നമ്മൾ സാധാ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക, അത് കഴിക്കുക. അതാണ് വെറും വയറ്റിൽ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചായ കുടിക്കുന്ന ആളാണ്, അപ്പോൾ അതിന് പകരം ഇത് കുടിച്ചാൽ എനിക്ക് തലവേദനയാണ് എന്നൊക്കെ വിചാരിക്കും. ഇതുപോലെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പല വെയിറ്റ് ലോസ് പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചായയും ഷുഗറും ഒക്കെ സ്കിപ്പാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നേരിട്ടൊരു പ്രശ്നമായിരുന്നു തലവേദന എടുക്കും. എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. പക്ഷേ സത്യം പറയാലോ, ഞാനിപ്പോൾ 10-14 ദിവസം കുടിച്ചിട്ട് എനിക്ക് ഒരു ദിവസം പോലും ചായ കുടിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടില്ല. വെറുതെ പറയുന്നതല്ല കേട്ടോ, സത്യമായിട്ടും പറയുന്നതാണ്. ഞാൻ ഓൾറെഡി കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചായക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഈ ഒരു സാധനം കുടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു കുഴപ്പമില്ല, തലവേദനയില്ല, ഒന്നുമില്ല. നമുക്ക് ഒന്നും നമ്മൾ കഴിക്കാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ആദ്യം തന്നെ ഞാൻ ഗ്രീൻ ടീൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ്, ഡിന്നർ എങ്ങനെയാണ്, ലഞ്ചൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറയാം. ഞാനിപ്പോൾ ഗ്രീൻ ടീൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ടീ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ സാധാ പാൽ ചായ കുടിക്കില്ല, അതിന് പകരം നിങ്ങൾക്ക് അത് കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ടീ കുടിക്കുക. ഞാൻ ഗ്രീൻ ടീ തന്നെയാണ് കുടിക്കാറുള്ളത്, ഇപ്പോൾ പാൽ ചായ കുടിക്കാറില്ല. ഇവിടെ പാൽ കൊണ്ടുവരുന്ന ചേട്ടനോട് ഇനി 2 ദിവസം കുടുംബം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നൈതികുട്ടന് മാത്രമല്ലേ വേണ്ടുള്ളൂ പാല്, നമുക്ക് പാല് വേണ്ടല്ലോ. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ ടീ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാണ് കേട്ടോ. നമുക്ക് ഒറ്റയടിക്കിന് ഇരുന്ന് കുടിക്കാനുള്ള ഒരു സമയവും സാവകാശവും ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഷൂട്ടിങ്ങും നൈതിനെയൊക്കെ പറഞ്ഞു വിടണ്ടേ. അതിൻ്റെ ഇടയിലാണ് ഞാൻ നമ്മളെ ഈ ഗ്രീൻ ടീയും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഉണ്ടല്ലോ, എനിക്ക് നമ്മളെ സാധാ ഗ്രീൻ ടീ ഉണ്ടല്ലോ, ടെറ്റ്ലിയോ ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ, ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് എനിക്ക് ആ ഗ്രീൻ ടീ കുടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും എനിക്ക് തീരെ ഇഷ്ടമല്ല. ചിലർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് ആ ഒരു സ്മെല്ല് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് പരിപാടി ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ടീ മസ്റ്റാണല്ലോ. ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കണോ ഇത് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കായിരുന്നു. പക്ഷേ ഇത് കുടിക്കാൻ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ വൃത്തികെട്ടൊരു ടേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. അത് ഗ്രീൻ ടീക്ക് മാത്രമല്ല, ഇവരെ പ്രൊഡക്റ്റാണ് മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മളൊരു വെയിറ്റ് ലോസ് ചെയ്യുകയാണ് എന്നുള്ളൊരു തോന്നലില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ച. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇത് എങ്ങനെയാണ് ഏപ്പൊക്കെ കുടിക്കണം, എന്തൊക്കെ തരത്തിൽ കുടിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളുടെ ഇടയിലൂടെ പറയാണ്ട് ഈ ഒരു ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെയ്ഡ് പ്രൊമോഷനാണ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ അവരോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഷെയർ ചെയ്യൂ. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വിശ്വസിച്ച് വാങ്ങുന്ന ഒരു സാധനമാണിത്. അപ്പം ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല, എന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, നമ്മളെ 2-3 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ എൻ്റെ അനിയൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ പറയും, നിനക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, നീ എന്തിനാ ഇത്ര വലിയ ഡ്രസ്സ് ഇടുന്നത്? അപ്പുറത്തെ വീട്ടിൽ അവർ ചോദിച്ചു, നീ എന്തിനാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ ഡ്രസ്സ് ഇടുന്നത്? ഞാൻ പറഞ്ഞു, വലിയ ഡ്രസ്സല്ല, പഴയ ഡ്രസ്സ് തന്നെ ഇട്ടപ്പോൾ അത് ലൂസായി കിടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് വ്യത്യാസം വന്നത് ഇഞ്ച് ലോസാണ്. എനിക്ക് തോന്നുന്നു വെയിറ്റ് കുറഞ്ഞത് 3 കിലോ 4 കിലോനടുത്ത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇഞ്ച് ലോസ് വന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുള്ളൊരു കാര്യം. വെയിറ്റ് ലോസിനേക്കാളും കൂടുതൽ നമുക്ക് ഇഞ്ച് ലോസ് വന്നാലാണ് പെട്ടെന്ന് നമുക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാവുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ XL to മീഡിയം ആണ്. ഞാനിപ്പം XLന് നേരെ മീഡിയത്തിലേക്കാണ് ഞാൻ ചാടിയില്ല. ഞാൻ ലേറ്റസ്റ്റ് എടുത്ത ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ആദ്യം ഞാൻ ഡബിൾ എക്സൽ എടുത്തുകൊണ്ട് വന്നേ, അതിട്ടപ്പോൾ ഭയങ്കര ലൂസ്. രണ്ടാമത് XL എടുത്തുകൊണ്ട് വന്നേ, അതിട്ടപ്പോഴും ലൂസ്. അപ്പോൾ സാവിജ് എന്നെ നോക്കിയിട്ട് പറയാം, മോളെ നീ ശരിക്കും മെലിഞ്ഞു. അപ്പോൾ XL മാറ്റി മീഡിയം എടുത്തുകൊണ്ട് വന്നപ്പോൾ വീണ്ടും ചെറുത്. അപ്പോൾ ഞാൻ പറഞ്ഞു മീഡിയം മതി, അതിനേക്കാളും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ടൈറ്റായി പോകും. ഇതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും എന്നുള്ള രീതിയിലായതുകൊണ്ട് അവസാനം മീഡിയം എടുത്തു. ഒരു ഡ്രസ്സ്, വേറൊരു ഡ്രസ്സ് എടുത്ത് ഞാൻ സ്മോൾ സൈസിലാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രസ്സ് ഓൾറെഡി കുറച്ച് ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ സൈസ് കുറച്ചുകൊണ്ട് വന്നപ്പോൾ സൈസ് സ്മോൾ എത്തിയപ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. സ്മോൾ എത്തിയപ്പോൾ കറക്റ്റായി, പക്ഷേ അതും കുറച്ച് ലൂസാണ്. ആംസിൻ്റെ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ
എക്സ്ട്രാ സ്മോൾ എടുക്കായിരുന്നു, പക്ഷേ ഞാൻ സ്മോളാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകണം. എക്സ്ട്രാ സ്മോളൊക്കെ ഞാൻ ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. എക്സ്ട്രാ സ്മോൾ വെറുതെ തള്ളുന്നതല്ല കേട്ടോ, കാരണം ആ ഒരു ഡ്രസ്സിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, കുറച്ച് ലൂസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സൈസിലേക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ടാണ് സ്മോളിലേക്ക് വന്നത്. അല്ലാന്നാണെങ്കിൽ മീഡിയത്തിലേക്കായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ അത്രയും ഒരു മാറ്റം വന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ പണ്ടത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക് സൈഡിൽ, അതായത് നമ്മളെ പുറം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മടക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ രാവിലത്തെ ഗ്രീൻ ടീ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നൈതിക്കുട്ടന് മാത്രമാണ്. അപ്പോഴത്തേക്കാണ് എൻ്റെ അനിയൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷമാണ് നേരെ ബെഡ്റൂമിലേക്ക് പോയി നമ്മളെ കിടക്കയൊക്കെ വിരിച്ച് സെറ്റാക്കി വെക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യാണ് എന്നുള്ളത് നമുക്ക് തോന്നൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കീറ്റോ ഡയറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ മുന്നേ എൻ്റെ വിവരമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഷുഗർ, ചോറ്, കാർബ്സ്, അതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. സ്വീറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ചോറ് ജീവനാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ നമ്മൾ കാർബ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. അത് കഴിക്കാനായിട്ട് നമ്മളെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ചോറ് നിന്ന് കണ്ട് അപ്പം നമ്മൾ എടുത്ത് തിന്നു. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ കേട്ടോ. പക്ഷെ അതിന് പകരം ഈ ഒരു വെയിറ്റ് ലോസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ രാവിലെ, അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമാണ് നമ്മൾ ഇതിൻ്റെ ഒരു പൗഡർ വെച്ചിട്ട്, വെയിറ്റ് ലോസ് പൗഡർ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ടീ രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം ആകുമ്പം നമ്മൾ ചായക്ക് പകരം ഈ ഗ്രീൻ ടീ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീൽ റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണ് ഉണ്ടാവുക. അല്ലാതെ നമ്മളെ സ്കിന്ന് തൂങ്ങിപ്പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ അനാവശ്യമായ സാധനങ്ങൾ ചെറുതായി ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. ചെറുതായി ഒന്ന് കൺട്രോൾ ചെയ്ത് ബാക്കിയുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ആണ്. സാധാരണ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര തലവേദനയായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു സാധനം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നമ്മളെ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇത് നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഇപ്പോൾ ഓൾറെഡി കുറേ പേര് വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ പറയുന്നത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഒട്ടും ടയേർഡ്നെസ് ഉണ്ടാവില്ല, നമുക്ക് വിശപ്പ് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡി സാധാ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു നോർമൽ ഡയറ്റ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, നമുക്ക് ആ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് പോവുകയില്ല. ഭയങ്കര തളർച്ചയൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് തടിയുള്ളവർക്ക് തടി കുറക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാലികേറാ മലയായിട്ടായിരിക്കും മനസ്സിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുറേ മുന്നേ, അതായത് ബാംഗ്ലൂരിൽ വന്ന സമയത്ത് എനിക്ക് തടി കുറക്കണം തോന്നി. അതായത് 6-7 കൊല്ലം മുന്നേ തടി കുറക്കണം തോന്നിയിട്ട് ഞാൻ ഇതുപോലൊരു പൗഡർ വാങ്ങിച്ചു കേട്ടോ. അത് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാനത് വാങ്ങിയിട്ട് 1 മാസം കഴിച്ചിട്ടുണ്ട്. അതിനെന്തോ മാംഗോ ഫ്ലേവറൊക്കെ ആയിരുന്നു. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് മൊത്തം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല. കാരണം നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാവും നമ്മളെന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കൃത്രിമമുള്ളൊരു സാധനമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് വരുന്നതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ 1 മാസം ആ ഒരു പ്രൊഡക്റ്റ് 1 മാസത്തേക്കാണ് അവർ അയച്ചിട്ടുണ്ടായത്. അതിനകത്ത് 2 ആഴ്ച മാത്രം യൂസ് ചെയ്തിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സാധനത്തിന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ വെറുതെ തള്ളുന്നതാണെന്ന് വിചാരിക്കരുത്. സത്യമാണ്, നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയാലേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല കേട്ടോ. എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ നൈതിക്കുട്ടൻ്റെ സ്നാക്സ് ആണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. കുറേ ആൾക്കാർ സ്നാക്സിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡും ചീസും ബട്ടറും ആയിട്ടുള്ളൊരു സാധനമാണ്. ബട്ടറിൽ നമ്മൾ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് എടുക്കില്ല, 2 സൈഡും ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുത്ത്, ചീസ് സാധാരണ നമുക്ക് ഈ സ്ലൈസ് വരില്ല, ചീസ് സ്ലൈസ്, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഈ ക്യൂബ്സ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതിനേക്കാൾ
അതിനേക്കാളും എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ചീസ് സ്ലൈസ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് കുറച്ചിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ പൊതുവേ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്നാക്ക് ബോക്സിനകത്ത് ഞാൻ ഹെൽത്തി ആവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങളൊന്നും കൊടുക്കാറില്ല. കാരണം ചിലതൊന്നും അവൻ കഴിക്കാത്തായിരിക്കും. പിന്നെ നമ്മൾ ഹെൽത്തി ആക്കണം എന്ന് വിചാരിച്ച് കൊടുത്തയച്ചാൽ അതുപോലെ കുഞ്ഞും തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്കത് വിഷമല്ലേ, കുഞ്ഞിൻ്റെ വയറൊന്നും അറിയില്ലല്ലോ, അവിടെ നിന്ന് കളിക്കുന്നൊക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് ആണെങ്കിലും അവൻ കഴിക്കുന്നത് എന്താണോ അതാണ് ഞാൻ കൊടുത്തു വിടാൻ മാക്സിമം ശ്രദ്ധിക്കാറുള്ളത്. അധിക ദിവസവും ഞാൻ ഫ്രൂട്ട്സും നട്ട്സും ആണ് കൊടുത്തു വിടാറുള്ളത്. പിന്നെ ഇതുപോലെ ചില ദിവസം അവൻ പറയും, അമ്മേ നാളെ ബ്രെഡ് വെക്കണേ, അല്ലെങ്കിൽ നാളെ ഇത് വെക്കണേ, അത് വെക്കണേ, ഗ്രേപ്സ് വെക്കണേ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം മാത്രമേ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്തു വിടുന്ന ഇതുപോലെ നമ്മളെ ബ്രെഡ് ചീസും കൂടെ ടോസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും മാത്രമാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആൾ ഹാപ്പിയാണ്. ബ്രെഡ് രാവിലെയും വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അതും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനും ഉണ്ട്, നൈതികുട്ടനും ഉണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിടുന്നത്. കാരണം എനിക്ക് പോയി വരുമ്പോൾ നൈതികുട്ടനെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് വീടൊക്കെ നീറ്റായിട്ട് കിടക്കണം. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇനി OCD എന്നോ PCD എന്നോ OCPCD എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം നീറ്റായി കാണണം. ഞാൻ പൊതുവേ അങ്ങനെയാണ്. അപ്പം നൈതി എഴുന്നേറ്റ് വന്ന് പിന്നെ മിട്ടൂസിൻ്റെ കൂടെ, അതായത് എൻ്റെ അനിയൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ല് തേക്കാൻ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പല്ല് തേക്കാണ്ട് തന്നെ മിട്ടൂസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ബ്രെഡ് ഞാൻ ഒരു പീസ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് മിട്ടൂസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പീസ് ബ്രെഡ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പല്ല് തേക്കാണ്ട് കഴിക്കുന്നതുകൊണ്ട് മെല്ലെയാണ് മിട്ടൂനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസമൊന്നും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചാടിയും പിടിക്കാറൊന്നുമില്ല കേട്ടോ. ചില ദിവസമൊക്കെ നമ്മൾ കുട്ടികളെ ആ ഒരു ഇതിന് വിട്ടു കൊടുക്കണമല്ലോ. പിന്നെ ഞാനും അടുക്കളയിൽ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് ഞാൻ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവന് ദോശ കൊടുക്കുകയാണ്. ദോശ കുഴപ്പമില്ല, 2 ദിവസമായിട്ട് ദോശയായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല പുള്ളിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാനിങ്ങനെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ മിട്ടൂസിന് എടുക്കുന്നത് കുറച്ച് ബ്രെഡ് കഴിച്ചുകൊണ്ട് തന്നെ അധികം ദോശയൊന്നും കഴിച്ചില്ല, കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ കുളിച്ചു വന്ന് കുഞ്ഞ് ട്രൗസറും ഷഡ്ഡി ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആളൊരു വണ്ടി പ്രാന്തനാണ് കേട്ടോ. നമ്മളെ അറിയുന്നവർക്ക് അറിയാലോ വണ്ടി പ്രാന്തനാണ് എന്നുള്ളത്. ഏത് തരം കാറോ സൈക്കിളോ എല്ലാത്തിനോടും ഭയങ്കര താല്പര്യമാണ്. നമ്മൾ അച്ഛൻ, അതായത് സായുജി എങ്ങനെയാണോ വണ്ടിയൊക്കെ എടുക്കുന്നതും വെക്കുന്നതും വണ്ടി സ്റ്റാർട്ടാക്കുന്നതൊക്കെ നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കീ എടുത്ത് അവൻ്റെ സൈക്കിളിന് കുത്തി കയറ്റിയിട്ട് ഇതുപോലെ ബ്രും ബ്രും ഒക്കെ ആക്കിയിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ അവന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്ന് കുളിച്ച് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത്. ഇതിനെ സ്കിൻ കെയർ എന്നൊക്കെ പറയാവോ എന്നൊന്നും എനിക്കറിയില്ല. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, ചേച്ചീൻ്റെ സ്കിന്ന് നല്ലതാണ് സ്കിൻ കെയർ ഒക്കെ പറയും. ഞാൻ സ്കിൻ കെയർ ഒന്നും അങ്ങനെ ചെയ്യുന്ന ആളൊന്നും അല്ലടാ. ഞാൻ വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചായിട്ട് എന്തേലുമൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, കുറച്ചാണ്, എന്നാലും ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ വിളക്ക് വെച്ച് നൈതികുട്ടനും വന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച്. ഞാൻ ചില ദിവസം രാവിലെയും വൈകുന്നേരം, ചില ദിവസം രാവിലെ മാത്രം, ചില ദിവസം വൈകുന്നേരം മാത്രം, അങ്ങനെയൊക്കെയാണ് കേട്ടോ വിളക്ക് കത്തിക്കാറുള്ളത്. ഏതെങ്കിലും ഒരു നേരം എന്തായാലും കത്തിക്കും. അങ്ങനെ നൈതികുട്ടനും വന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഓം നമോ നാരായണായ അതൊക്കെ പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഒരു മിക്സീൻ്റെ ജാറിനകത്തേക്ക് നമുക്കൊരു 250 ml ലോ ഫാറ്റ് മിൽക്ക് എടുക്കണം. ലോ ഫാറ്റ് മിൽക്ക് അതിപ്പം ചൂടാക്കി തണിഞ്ഞതായാലും കുഴപ്പമില്ല, ചെറിയ ചൂടുള്ളതാണെങ്കിലും തണുത്തതായാലും കുഴപ്പമില്ല, അതിടുക. അതിനകത്തേക്ക് ഒരു 100 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഹെൽത്തി ന്യൂട്രി മിക്സിൻ്റെ പൗഡർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതൊരു സ്പൂണ് നിറച്ചെടുക്കുക. അതും കൂടെ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ഞാൻ അധികം എടുക്കാറുള്ളത് റോബസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിട്ട് കൊടുക്കുക. മാംഗോ, റോബസ്റ്റോ, കിവിയോ, പൈനാപ്പിളോ എന്താണോ ഉള്ളത് അതിട്ട് കൊടുക്കുക. എനിക്കൊന്നും പൈനാപ്പിളൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും തോന്നില്ല ഇതിൻ്റെ കൂടെ ഇട്ടടിച്ച് കഴിഞ്ഞാൽ. റോബസ്റ്റ് നല്ല അടിപൊളിയാണ്, അതുപോലെ തന്നെ മാംഗോ അടിപൊളിയാണ്. ഇത് രണ്ടുമാണ് ഞാൻ കഴിക്കാറുള്ളത്. അതിനുശേഷം ഇതുപോലെ നല്ലോണം അടിച്ചെടുക്കുക. എന്താണ് മറ്റേ നമ്മളെ ഈ ന്യൂട്രി ബ്ലെൻഡ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് അടിച്ച് ഒരു സ്ട്രോ ഒക്കെ ഇട്ട് കുടിക്കുക സ്റ്റൈലിഷ് ആയിട്ട്. അതൊന്നും ഇല്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ സാധാ മിക്സിൻ്റെ ജാറിൽ ഇതുപോലെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് അടിക്കുക, കുടിക്കുക. അത് ഞാൻ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിനകത്താണ് ഞാൻ ആദ്യം ഒഴിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഒഴിച്ച് കാണിച്ചാൽ നിങ്ങളെല്ലാവരും വിചാരിക്കും അയ്യോ ഇത്രയേ കുടിക്കാനുള്ളൂ എന്ന് വിചാരിക്കും. ഇത് സത്യം പറഞ്ഞത് ഒരു തൊണ്ടൻ ഗ്ലാസ്സാണ്. അത് നമ്മളെ സാധാ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത്. ബാക്കി ഞാൻ കൈകൊണ്ടും കുറച്ചും കൂടെ തോണ്ടിയിടുന്നുണ്ട്. കാരണം നമുക്ക് ആകെ കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പ്രഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ്. അത് നമ്മൾ കളിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ നിങ്ങൾക്ക് കുടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സാധനം കഴിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ എക്സ്പ്രഷനൊക്കെ ഇടണമല്ലോ, അങ്ങനെ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ഭയങ്കര ഫില്ലിംഗ് ആണ്. നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല. സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ ഡയറ്റ് എടുക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് വിശക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് വിശക്കും. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആണ്. നമുക്കിങ്ങനെ വിശപ്പ് എന്നുള്ളൊരു തോന്നൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഉപയോഗിച്ച ആ ഒരു രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കുക, കുടിക്കുക. ഇത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് നമ്മൾ ഡിന്നറിനും കഴിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പൗഡർ എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം, നിങ്ങൾക്ക് വേണം ചേച്ചി ഇതെങ്ങനെയാണ് വാങ്ങുക എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതിന് പകരം, അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഞാനിവിടെ കൊടുക്കുക, സ്ക്രീനിൽ കൊടുക്കുക. ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. അവരെല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് തരും. അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇത് കുടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്ത് തരും. ഇപ്പം നിങ്ങൾക്ക് കൺമുന്നിൽ തന്നെ ഞാനുണ്ട് ഒരു റിസൾട്ടിൻ്റെ ഇത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ആരെയും ഇൻസിസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, താല്പര്യമുള്ളവർ മാത്രം, അതായത് സ്വന്തമായിട്ട് തടി കുറക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, നമ്മളിപ്പം സാധാ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നോർമൽ ഡയറ്റ് കീറ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ ആ ഡയറ്റ് പ്ലാൻ കൊണ്ടുപോകുക അല്ലേ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കും, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കും, നമുക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഈ കീറ്റോ ഡയറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നോൺ വെജ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ അതൊന്നുമില്ല, നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചിട്ട് പറ്റുവാണെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ കുറച്ചിട്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ചോറും ഒരു കറിയും ഒരു വെജിറ്റബിൾ നമ്മളെ വറവ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള സാധനവും കൂടെ കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്കറിയാലോ ഞാനൊരു ഒട്ടകമാണ്, ഞാൻ ഇഷ്ടം പോലെ വെള്ളം കയറ്റും. അതുപോലെ തന്നെ നിങ്ങളും വെള്ളം കുടിക്കുക. അതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, സാധാരണ നമ്മൾ ഡെയിലി ലൈഫിനകത്ത് വെള്ളം കുടിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര മാറ്റം ഉണ്ടാകും നമ്മുടെ സ്കിന്നിനൊക്കെ. അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അതുപോലെ ലഞ്ചിന് നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ചോറെടുക്കുക, കുറേ കറിയും കുറേ വറവും ഒക്കെ എടുക്കുക, അങ്ങനെ കഴിക്കുക. ഇടയ്ക്ക് 1-2 ദിവസം ചീറ്റ് ചെയ്യുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് വന്നപ്പോൾ. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ അവരെ നമ്പർ കൊടുക്കാം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാം അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരായിരിക്കും. അപ്പോൾ തടി കുറക്കണം എന്നുള്ള ആൾക്കാർ തടിയൊക്കെ കുറച്ച് തുടങ്ങിക്കോളൂ. ഞാനും ഇവിടെ തടിയൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഐതിക്കുട്ടനെ മിട്ടൂസിൻ്റെ കൂടെ പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ മിട്ടൂസിൻ്റെ കൂടെ പോയിക്കോളും സ്കൂളിൽ, അമ്മ വരണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഞാൻ അവൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റ കരച്ചിൽ അമ്മയും കൂടെ വരണമെന്ന് എനിക്കറിയായിരുന്നു ഇത് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് നിന്നത്. അപ്പോൾ നൈരി പറഞ്ഞു അമ്മയും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മിട്ടൂസും കൂടെ ബൈക്കിലാണ് ഇന്ന് കൊണ്ടുവിട്ടത്. വാനിൽ പോവേണ്ട, വാൻ ഇഷ്ടമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ പിന്നെ ചോറ് വാർത്ത് എല്ലാം സെറ്റാക്കി വെച്ചത്. അപ്പോൾ മിട്ടൂസും ഉണ്ട് ഇന്നത്തെ നമ്മളെ ലഞ്ചിന് വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ചോറും കുറച്ചധികം കറിയും വറവും ഒക്കെ എടുത്തിട്ടാണ്. നമുക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ചോറ് തിന്നണം കഴിക്കണം എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരും. പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല, കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്നാലും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാലേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.